കുട്ടിയോട് അനീതിയോ എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി, ഈ സംഭവം നടക്കുമ്പോൾ പെട്ടെന്നൊരു കുട്ടി വരുന്നു, കുട്ടിയുടെ ശിരോവസ്ത്രം ഒരു വലിയ വിഷയമായി മാറുന്നു, അതോടുകൂടിയെല്ലാം പൊട്ടിത്തെറിക്കുന്നു എന്ന് ഒറ്റയ്ക്ക് കാണരുത്. ഇതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ സ്ഥലം പള്ളുരുത്തിയിലെ ഈ സ്കൂൾ നിൽക്കുന്ന സ്ഥലത്തിന് മുന്നിലൊരു റോഡ്, ഈ റോഡിൻ്റെ പേരിനെ ചൊല്ലി മുമ്പ് ഒരു വലിയ തർക്കം അവിടെ നടന്ന സ്ഥലമാണ് 2 വർഷം മുമ്പ്. അപ്പോൾ ഒരു ക്രൈസ്തവ നാമധേയം ആ സ്കൂളുമായി ബന്ധപ്പെട്ട മറ്റാണ്, എനിക്ക് കൃത്യമായി എനിക്ക് എൻ്റെ കഥ അറിയില്ല. പക്ഷേ എന്തായാലും അവിടെ ഒരു ബോർഡ് വെച്ചു, ആ ബോർഡ് തകർക്കപ്പെട്ടു, അതിൻ്റെ പിന്നിൽ കേസും ബഹളങ്ങളും ഒക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ടാണ് കുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞ് ഇതൊരു വളരെ സെൻസിറ്റീവായ ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് കുട്ടിയുടെ അച്ഛൻ എന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ ഈ സ്കൂളിൻ്റെ പരിസരത്ത് ഒരു പ്രശ്നം നേരത്തെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കോണ്ടെക്സ്റ്റിലാണ് ഈ ഹിജബിൻ്റെ വിഷയം വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് മറന്നുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യരുത്. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു പെൺകുട്ടി ഹിജബ് ഇട്ടുകൊണ്ട് വരുമ്പോൾ ഇത്ര കാര്യമായി ആ കുട്ടിയോട് പ്രതികരിക്കണമായിരുന്നോ? ചിലപ്പോൾ ആ സാഹചര്യത്തിൽ അവരങ്ങനെ ചെയ്തതായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ കുറച്ചുകൂടി അനുഭാവപൂർവ്വമായി ഒന്ന് സമാധാനപ്പെടുത്തി അത് ഡീൽ ചെയ്യാമായിരുന്നില്ലേ? 2, ഈ കുട്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഹിജബ് ഇട്ട് വന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം ഹിജബുമായി വരുന്നതിന് മുമ്പ് മാതാപിതാക്കൾക്ക് സ്കൂളുമായി സംസാരിക്കാമായിരുന്നില്ലേ? എന്തിനാണ് SDPI ഈ വിഷയത്തിൽ പെട്ടെന്ന് ഇടിച്ചു കയറി വരുന്നത്? ഈ SDPI ഇടിച്ചു കയറി വരുമ്പോൾ തന്നെ PTA പ്രസിഡന്റ് എന്തിനാണ് അപ്പോൾ തന്നെ അവർക്കെതിരെ താൻ ആരുവ എന്ന് ചോദിച്ച് തിരിച്ച് പ്രതികരിക്കുന്നത്? അപ്പോൾ നമ്മുടെ ലൈവിലാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ പേര് നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി, മറ്റേ ക്രിസ്ത്യൻ ആ പാർട്ടിയല്ല, ക്രിസ്ത്യൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പുതുതായിട്ടൊരു അങ്ങനെ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള ഒരു പാർട്ടിയാണ്. അതായത് കാസ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടല്ലോ, ആ സംഘടനയുമായിട്ട് രാഷ്ട്രീയമായിട്ടൊരു തരം അഫിലിയേഷൻ ഉള്ളതാണ്, ഔദ്യോഗികമായിട്ട് അവർ അംഗീകരിക്കില്ലെങ്കിൽ പോലും. കാസയുടെ ബന്ധപ്പെട്ട കാസയുടെ ഒരു പദവിയിലിരുന്നയാൾ കാസയിൽ നിന്ന് പുറത്തുപോയി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിയാണിത്. അപ്പോൾ നോക്കൂ, ഇതിനൊരു കണക്ഷനുണ്ട്. ഇത് നിഷ്കളങ്കമായ ഒരു കുട്ടി വരുന്നതും അതിനോട് മാനേജ്മെൻറ്റ് പ്രതികരിക്കുന്നതും അങ്ങനെ ലളിതമായി കാണരുത്. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് കന്യാസ്ത്രീ സംസാരിക്കുമ്പോൾ ഇതിനൊരു ഇന്ത്യൻ ഭാരതീയ പാരമ്പര്യം എന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലവും കൂടെ നിങ്ങൾ കാണണം. ഇത് ഓൾറെഡി ഒരു പ്രശ്നമുള്ള ഒരു സ്ഥലത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില പഴയ കണക്ക് തീർക്കലുകളുടെയൊക്കെ ഭാഗമാണോ എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നുണ്ട്. അത് ഒരു കുഞ്ഞിൻ്റെ പുറത്ത് തീർത്തു, ആരൊക്കെ അതിൽ പങ്കെടുത്തു എന്നുള്ളത് ഇനിയും തെളിയിക്കപ്പെടണം. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ എല്ലാവരും കുറച്ച് ഓവറായി എന്നുള്ളതാണ് ഇതിനകത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. എല്ലാവരും ഒരു പൊടിക്ക് ഓവറായിരുന്നു. നിങ്ങൾ ഒരു കുട്ടിയുടെ ജീവിതം കൊണ്ടാണ് കളിച്ചതെന്ന് ഓർക്കണം. നമുക്കറിയില്ല, നമ്മുടെ ഈ ചർച്ചയടക്കം ഈ കുട്ടിയുടെ ജീവിതത്തിൽ എന്താണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എനിക്ക് കാര്യമായ പേടിയുണ്ട്. പക്ഷേ ഇത് വാർത്തയാണ്, ഇത് രാഷ്ട്രീയമാണ്, ഇത് കൈവിട്ട് പോയിരിക്കുന്നു. അപ്പോൾ ചർച്ച ചെയ്യാതെ നിവർത്തിയുമില്ല. അതുകൊണ്ട് ഈ കുട്ടിയോട് ആരും നീതി ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഈ കാര്യത്തിൽ അഭിപ്രായം. പിന്നെ ഇപ്പോൾ ഈ വിഷയം ഒരു സ്കൂളിലെ ഒരു വിഷയം കടന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളത് കൂടിയാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ നേരത്തെ പലതവണ പറഞ്ഞതാണ്, മാധ്യമങ്ങളെല്ലാവരും റിപ്പോർട്ടും ചെയ്തതാണ്. പല കോടതി വിധികളുണ്ട്, നമ്മൾ എണ്ണിയെടുത്തത് 4 കോടതി വിധിയുണ്ട്. ഒരു കാരണവശാലും സ്കൂളിൻ്റെ യൂണിഫോം ഏത് വേണമെന്നുള്ളതിൻ്റെ റൈറ്റിൻ്റെ പുറത്ത് ഒരു കുട്ടിയുടെ അവകാശം നിലനിൽക്കില്ല. അത് ശരിയോ തെറ്റോ എന്നുള്ള വേറൊരു വിഷയം. പക്ഷേ തൽക്കാലം നാട്ടിലെ കോടതി വിധികളെല്ലാം അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കെ മന്ത്രി ശിവൻകുട്ടി പെൺകുട്ടിക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നത് വൈകാരികമായി വളരെ ശരിയായ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക്, ആ കുഞ്ഞ് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. ആ വരിയിൽ ഞാൻ മന്ത്രിയുടെ കൂടെയാണ്. പക്ഷേ ഒരു മന്ത്രി അങ്ങനെ പറയുന്നതിൽ ഞാൻ മന്ത്രിയുടെ കൂടെ അല്ല. അവിടെയാണ് പ്രശ്നം. നമുക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിലും ഞാനിപ്പോഴും ആ കുട്ടിയോട് ഐക്യദാർഢ്യപ്പെട്ടാണ് നിൽക്കുന്നത്. ആ കുട്ടിയെ ആ സ്കൂളിൽ സ്നേഹത്തോടു കൂടി കയറ്റണമായിരുന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ ഒരു മന്ത്രി ഒരു കാര്യം പറയുമ്പോൾ അതിന് നിയമത്തിൻ്റെ പിൻബലം വേണം. ഭരണഘടന 3 പ്രാവശ്യം പറഞ്ഞാൽ ഭരണഘടനയാവില്ല. ഈ ഭരണഘടന അടക്കമുള്ള വിഷയങ്ങൾ ഏഴകീറി പരിശോധിച്ചിട്ടാണ് നിലവിൽ നമ്മുടെ നാട്ടിലെ 4 ഹൈക്കോടതികളെങ്കിലും ഈ കാര്യത്തിൽ വിധി പറഞ്ഞത്. ആ വിധി സ്കൂൾ മാനേജ്മെൻറ്റിന് അനുകൂലമാണ്. ഇതറിയാതെയാണോ മന്ത്രി ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഉദ്ദേശം? മന്ത്രി വിടാൻ ഭാവമില്ല. നോക്ക്, ഈ വിഷയം മിനഞ്ഞാന്ന് തീർന്നതാണ്. ആ രക്ഷിതാവ് പറഞ്ഞതനുസരിച്ച് ഇന്നലെയും തീർന്നതാണ്. സ്മൃതി പറഞ്ഞതിനുള്ള മറുപടിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലേക്ക് തന്നെയാണ് കുട്ടി പോകാൻ പോകുന്നത്. ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഈ ശിരോവസ്ത്രം അനുവദിക്കുന്ന ഒരു സ്കൂളിലേക്കാണ് കുട്ടി പോകാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ വിഷയം തീരാൻ പോവുകയാണ് കേട്ടോ. നല്ല കാര്യം, അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ മന്ത്രി എന്താണ് ഇത് വിടാത്തത്? ഇന്ന് വൈകുന്നേരം 3:30 അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് വരുന്നു. ശിരോവസ്ത്രം ധരിച്ച ഒരു കുട്ടിയെ ചേർത്ത് നിർത്തുന്ന മന്ത്രി ശിവൻകുട്ടിക്ക് രാഷ്ട്രീയമുണ്ടോ ഇതിനകത്ത്? അദ്ദേഹത്തിൻ്റെ മണ്ഡലം നിയമമാണ്. നിയമം BJPയിലേക്ക് ഒരു തവണ പോയ മണ്ഡലമാണ്.
ക്രിസ്ത്യൻ വോട്ടുകൾ അധികമില്ലാത്ത മണ്ഡലമാണ്, മുസ്ലിം വോട്ടുകളുള്ള മണ്ഡലമാണ്. ഞാനൊരു ആരോപണമായിട്ടാണ് ഇത് ഉന്നയിക്കുന്നത്, എനിക്ക് ശരിയാണെന്നറിയില്ല. പക്ഷേ ഒരു സാധ്യതയുണ്ടോ? മന്ത്രി ഇതിനകത്തൊരു രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ? ഒരു കുറച്ച് മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടിയാണോ അദ്ദേഹം ഇങ്ങനെ ചെയ്തത്? എനിക്കറിയില്ല. പക്ഷേ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ നമ്മളിതെല്ലാം പറഞ്ഞ് തന്നെ പോകണം. കാരണം മന്ത്രിയാണ്, വിദ്യാഭ്യാസ മന്ത്രിയാണ്. വിദ്യാഭ്യാസ മന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 4 കോടതി വിധികൾ നിങ്ങൾക്കെതിരായിരിക്കെ എങ്ങനെയാണ് കുട്ടിക്ക് കോളേജ് സ്കൂൾ മാനേജ്മെൻറ്റ് പറയാത്ത വസ്ത്രം ധരിക്കാം എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? അതിന് അദ്ദേഹം സമാധാനം പറഞ്ഞേ പറ്റൂ. നിങ്ങൾക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാം, നിങ്ങൾക്ക് വൈകാരികമായി പ്രതികരിക്കാം, നിങ്ങൾക്ക് ഫോട്ടോ ഇടാം, പക്ഷേ ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. അതിനുശേഷമാണ് നമുക്ക് ഈ വിഷയം ഡീൽ ചെയ്യേണ്ടത്. ഇതിനെ നിയമപരമായിട്ടും മന്ത്രിയുടെ അധികാരം ഉപയോഗിച്ചുമല്ല ഡീൽ ചെയ്യേണ്ടത്. ഇതിനെ നിയമത്തിനും മന്ത്രിയുടെ അധികാരത്തിനും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിധിക്കും പുറത്തു നിന്നുകൊണ്ട് ഒരു സമവായ ശ്രമത്തിനാണ് ശ്രമിക്കേണ്ടത്. ആ സമവായ ശ്രമത്തിന് ഇവിടെയുള്ള ക്രൈസ്തവ സഭകളും മുന്നോട്ട് വരണം, മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വരണം, മറുവശത്ത് വേറെ ഏതെങ്കിലും സംഘടന ഉണ്ടെങ്കിൽ അവരും മുന്നോട്ട് വരണം. ഇത് നിയമത്തിൻ്റെ പുറത്ത്, നിയമത്തിൻ്റെ എല്ലാ കെട്ടുപാടുകൾക്കും പുറത്തു നിന്ന് സംസാരിച്ച് തീർക്കാം. ആ കുട്ടി അങ്ങനെ ആ സ്കൂളിൽ പഠിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രതീക്ഷയും. അതല്ല ഇത്. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് പറഞ്ഞ് അങ്ങോട്ട് കയറിപ്പോവുകയാണ്. മന്ത്രിക്ക് മറുപടിയായി ഇന്ന് സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ വന്ന് പറയുന്നു, ഇത് ഈ വേഷം ഞങ്ങളൊരു ഭാരതീയ പാരമ്പര്യം അനുസരിച്ചാണ്. നമുക്ക് ഉദ്ദേശം മനസ്സിലായി. അടുത്ത റൗണ്ട് കടക്കുകയാണ്. എങ്ങനെയാണോ ഒരു രണ്ട് മാസം മുമ്പ് കേരളത്തിലെ ക്രൈസ്തവർ പുറത്തുപോയി അടി വാങ്ങിച്ചപ്പോൾ BJPക്കെതിരെ ആളുകൾ തിരിഞ്ഞത്, ഇപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് ഇതിൽ കൂടി ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. തട്ടമിട്ടതിൻ്റെ പേരിൽ ഒരു കുട്ടിക്ക് സ്കൂളിൽ പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ത് ചെയ്യണം? വിദ്യാഭ്യാസ മന്ത്രി നിയമം നോക്കണം. വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിക്കണം. കുട്ടിയുടെ വിദ്യാഭ്യാസമാണ് അടിസ്ഥാനപരമായി വിദ്യാഭ്യാസ മന്ത്രി നോക്കേണ്ടത്. പിന്നെ ഇപ്പോൾ ജിമ്മി പറഞ്ഞ ആ നിയമം എന്നുള്ള കാര്യമൊക്കെ അതെനിക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം പാർട്ടി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ലെന്നങ്ങ് ഓർക്കണം. പാർട്ടി പ്രതികരിച്ചിട്ടില്ല, നേതാക്കൾ വേറെ ആരും പ്രതികരിച്ചിട്ടില്ല. വില കൊടുത്തായിട്ടായാലും ഒറ്റയ്ക്കുള്ള പ്രതികരണമായിരുന്നു അത്. ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച നടത്തുമ്പോഴും CPM പ്രതിനിധി ഉണ്ടായിട്ടില്ല, അങ്ങ് ഓർക്കണം. അപ്പം എന്തുകൊണ്ടാണ് ഇന്ന് പ്രതികരിക്കുന്ന കാര്യമല്ലേ പറഞ്ഞാൽ ഇതുവരെ പ്രതികരിച്ചില്ല. മന്ത്രി തുടക്കം മുതൽ നിലപാടെടുക്കും. ആയിക്കോട്ടെ. 2018 ഒരു ജഡ്ജി മുസ്താഖിന്റെ കോടതി വിധി ഉണ്ടായി. ആ കോടതി വിധി തിരുവനന്തപുരത്തെ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടാണ്, ക്രൈസ്തവ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ക്രൈസ്തവ സ്കൂളിലെ കേസിൽ സർക്കാർ കക്ഷിയാണ്. എന്താ സർക്കാർ മേൽക്കോടതിയിൽ കേസ് പോയത്? എന്താ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരുന്നത്? ഹൈക്കോടതിയിൽ ആ വിഷയം തീർന്നല്ലോ. അന്ന് വേണ്ടായിരുന്നു, അന്ന് ഈ പ്രശ്നമില്ലേ? ഇപ്പോഴാണല്ലോ ഈ വിഷയം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോരോ കാലത്ത് അന്ന് ശിവൻകുട്ടിയല്ല മന്ത്രി, അതൊക്കെ ശരി. പക്ഷേ ഇത് ഇടതുപക്ഷ മുന്നണി തന്നെയാണ് അന്നും സർക്കാർ. അന്ന് പോയില്ലല്ലോ അപ്പീൽ. ഇപ്പോൾ എങ്ങനെയാണ് വീണ്ടും അപ്പീലായിട്ട് വരുന്നത്? ഇനി സ്നേഹത്തിനും മനുഷ്യത്വത്തിൻ്റെയും ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ഈ രൂപത്തിൽ കാണുന്നത് ഞാനേ പറഞ്ഞത്, ശിവൻകുട്ടി എന്ന മനുഷ്യനോട് ഞാൻ ഐക്യപ്പെട്ടു നിൽക്കുന്നു. പക്ഷേ ശിവൻകുട്ടി എന്ന മന്ത്രിക്ക് ഇത് പറയാൻ പറ്റില്ല. അത് നിയമപരമാണ്. നിങ്ങൾക്ക് വേറെ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. രാഷ്ട്രീയ തന്ത്രം കൂടി ആരോപിച്ചു. രാഷ്ട്രീയ തന്ത്രവുമുണ്ട്. അതിൻ്റെ സംശയമാണ്. അത് ഞാൻ പറയുക തന്നെ ചെയ്യും. സംശയമുണ്ട്. അല്ലാതെ എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്? നിയമപരമായി നിൽക്കില്ല എന്ന് ഏത് സാധാരണക്കാരൻ, ഏത് കൊച്ചു കുഞ്ഞിനും അറിയാവുന്ന ഒരു കാര്യമാണ്. കോടതിയിൽ നിങ്ങൾ ജയിക്കില്ല. ഹൈക്കോടതിയിൽ വിധിയുണ്ട്, അത് നിലനിൽക്കെ നിങ്ങൾ കേസ് പോകാം. പക്ഷെ നിങ്ങൾക്ക് ഈ ഓർഡർ ഇറക്കാൻ പറ്റില്ല. ഈ ഓർഡർ നിൽക്കില്ലെന്നേ. ഈ ഓർഡർ സുപ്രീം കോടതി, ഹൈക്കോടതികൾ 4 എടുത്ത് തോട്ടിക്കളഞ്ഞതാണ്. ഇതിലും വലിയ കർണാടകത്തിലെ ഇതിലും വലിയ കേസ് തോറ്റുപോയി. അപ്പോൾ അങ്ങനെ നിൽക്കുക. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് നിയമത്തിന് പിൻബലം വേണം, ലോജിക്ക് വേണം, യുക്തി വേണം. ഭരണഘടന പറയുകയാണെങ്കിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമം പറയുകയാണെങ്കിലും ഹൈക്കോടതി വിധിയുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അന്ന് വാദിച്ചെന്നുള്ള കാര്യം വ്യക്തമല്ലേ? അതിനൊരു മറുപടി മന്ത്രി പറയണ്ടേ? ഒന്ന്. ഇനി ഈ കാര്യത്തിൽ രാഷ്ട്രീയക്കാരും പ്രതികരിച്ചില്ല എന്നും പറയരുത്. അതാണ് ഇനി ഈ കളിയിലെ അടുത്ത ഘട്ടം. നോക്കൂ, ഇത് രാഷ്ട്രീയത്തിലേക്ക്, തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ഇന്ന് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു. അവിടെ വളരെ രസകരമായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. ആ പ്രസ്താവന കൂടി നിങ്ങൾ എടുത്തു വായിക്കണം. അതായത് ഇത് കുട്ടിയുടെ അവകാശമുണ്ട്, അതുപോലെ തന്നെ സ്കൂളിൻ്റെയും അവകാശമുണ്ട് എന്ന് അവിടെയും ഇവിടെയും തൊടാതെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഇത് രാഷ്ട്രീയ മുതലെടുപ്പാണ് നടക്കുന്നത്. ആരൊക്കെയാണ്? ജമാഅത്തെയും SDP-യെയും കോൺഗ്രസും പ്രതിപക്ഷ നേതാവും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് വാദം. ഈ ജമാഅത്തെ ഇസ്ലാമി എവിടെ നിന്ന് വന്നു? ജമാഅത്തെ ഇസ്ലാമി പിക്ചറിലേ ഇല്ലല്ലോ. ആദ്യത്തെ വാക്ക് ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളതാണ്. നോക്കൂ, 10 വോട്ടാണ് അവിടെയും CPM സംസ്ഥാന സെക്രട്ടറി കണ്ടതെന്ന് ഞാൻ കരുതുന്നു. ജമാഅത്തെ ഇസ്ലാമി വന്നാൽ എനിക്കറിയില്ല. പുറത്തുള്ള SDP ആണ്. അപ്പോൾ അതൊന്ന്. ഇനി 2-3 ദിവസം മുമ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാവ് ഹൈബി ഈഡൻ പ്രതികരിച്ചു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? പുറത്തു നിന്നുള്ളവർ വന്ന് ഭീഷണിപ്പെടുത്തണ്ട. RSS BJP ശക്തികൾ എന്ത് ചെയ്താലും ഞാൻ മതേതരത്വം സംരക്ഷിക്കും. അവിടെ SDP ഇല്ല, അവിടെ BJPയും RSSും ആണ്. അതെങ്ങനെയാണ്? നോക്കൂ, ഈ കളത്തിലില്ലാത്ത 2 പാർട്ടികളെ 2 കൂട്ടരും കേരളത്തിലെ 2 പ്രമുഖ പാർട്ടിയുടെ നേതാക്കൾ കോട്ട് ചെയ്യാണ്.
ഒരാൾ പറയുന്നു ജമാഅത്ത് ഇസ്ലാമി, വേറെ യുക്തി. ഇവിടെ ഹൈബിയോടൻ പറയുന്നു BJP RSS. ഇവരാരും ഇല്ലെന്നേ. അപ്പോൾ കാര്യങ്ങൾ രാഷ്ട്രീയമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശിവൻകുട്ടിയുടെ പ്രസ്താവനയെ അത്ര ലളിതമായി ഞാൻ കാണാത്തത്. നോക്കൂ, രാഷ്ട്രീയം ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞു, കളത്തിലേക്ക് രാഷ്ട്രീയം ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യത്തിൽ ഈ വിഷയം പരമാവധി കത്തട്ടെ എന്ന് ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചിലപ്പോൾ വളരെ ലളിതമായി ഈ വിഷയത്തെ കണ്ട് ഇതൊരു ഒരു കുട്ടിക്ക്, ഒരു സ്കൂളിന്, ഒരു സ്ഥലത്തുണ്ടായ ഒരു പ്രശ്നമെന്ന് വിചാരിക്കും. കേരള രാഷ്ട്രീയത്തിൽ വളരെ ചൂട് പിടിച്ച വർഗീയ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേരള സാഹചര്യമുണ്ട്. 2 മാസം മുമ്പാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ, കന്യാസ്ത്രീകൾ, പുരോഹിതരൊക്കെ പുറത്ത് ആക്രമിക്കപ്പെട്ടതിൻ്റെ വലിയ വാർത്തകളും വാദപ്രതിവാദങ്ങളും നടന്നത്. അതിനിടയ്ക്കാണ് ഒരു സ്കൂളിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു പക്ഷേ 10 വർഷം കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ അറിയും ഇതിൻ്റെ ഈ സാധനങ്ങൾക്കെല്ലാം ഒരു ലിങ്ക് ഉണ്ടായിരിക്കാമെന്ന്. നമുക്കറിയില്ല. പക്ഷേ ലളിതമായി കാണരുത്. ഇതിനകത്ത് ഒരു പക്ഷേ ഒരു വലിയ പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങളുണ്ടാവാം. നോക്കൂ, അങ്ങനെ ഒരു അവസരമുണ്ടായപ്പോൾ മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും എല്ലാവരും ചാടി വീഴുന്നത് അവരുടെ കണ്ണ് 10 വോട്ടിലാണോ എന്നെനിക്ക് സംശയമുണ്ട്. അത് കോൺഗ്രസ് ആയാലും, അത് CPM ആയാലും, അത് വിദ്യാഭ്യാസ മന്ത്രി ആയാലും ഒക്കെ. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യത്തിൽ ഉത്തരം പറഞ്ഞേ പറ്റൂ. എന്താണ് ഇങ്ങനെ ഒരു വാദത്തിന്, നിങ്ങളുടെ DD കൊടുത്ത ഉത്തരവിന്, താങ്കളുടെ നിലപാടിന് നിയമപരമായ നിലനിൽപ്പ്? ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ കോടതി വിധികൾ പാലിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. കോൺഗ്രസും CPM മാത്രമേ ഉള്ളൂ, BJP ഇല്ലേ ഇവിടെ? ഉണ്ടല്ലോ. BJP ഷോൺ ജോർജ് അടക്കം ഞാൻ ഇതിനകത്ത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഗുണം കിട്ടാൻ പോകുന്ന BJP-ക്കല്ലേ? ഡെഫിനറ്റ്ലി. അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിൽ ഇതിനു മുമ്പ് 2 മാസം മുമ്പ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന ഒരു വിഷയം വലിയ ചർച്ചയായി നിൽക്കുകയും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നിക്കണം എന്നെടുത്തുന്നതാ എറണാകുളത്ത് കേരളത്തിൻ്റെ കൃത്യം നടുക്ക് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ അടിക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ രാഷ്ട്രീയമായ ഒരുപാട് സാധ്യതകളുള്ള ഒരു ഗോൾഡ് മൈനാണ് തുറന്നിരിക്കുന്നത്. എല്ലാവരും അവിടെ നിന്ന് 10 വോട്ടിന് വേണ്ടിയുള്ള ചാട്ടം, മുങ്ങാങ്കുഴി ഇട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. തീ കൊണ്ടുള്ള കളിയാണ്. അതിനിടയ്ക്ക് ആ കുഞ്ഞിനെ എല്ലാവരും മറന്നുപോയിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.